ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛനാ? നീ ഇത് കഴിച്ചേ. പറ അമ്മേ, അച്ഛനിത് ഇഷ്ടായിരുന്നോ? ഇഷ്ടായിരുന്നു. ഇനി ഇതിനപ്പുറത്തേക്കൊരു ചോദ്യം വേണ്ട, കേട്ടല്ലോ? അയ്യോ വേണ്ട 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 വേണ്ട, എനിക്ക് കുറേശ്ശെ അറിഞ്ഞാ മതി. ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ എനിക്കുണ്ട്. ഞാൻ അനീസാറിനെ വിളിച്ച് നാളത്തെ നമ്മൾ ചെല്ലാമെന്ന് പറയാൻ പോവാ. താൻ എന്താന്ന് വെച്ചാ ചെയ്. ഒന്ന് ഉഷാറാവും സാറേ. എത്ര വലിയ പ്രോബ്ലംസ് ആയാലും നമ്മൾ അതിനെ മറികടക്കും. നാളത്തെ യാത്ര അതിനുള്ളൊരു തയ്യാറെടുപ്പ് ആയിക്കോട്ടെ. നമുക്ക് നാളെ നേരത്തെ ഇറങ്ങാം. നല്ല ദൂരമുണ്ട്. താൻ നല്ല ത്രില്ലിലാണല്ലോ. എന്താണ് അവിടെ വല്ല ചുറ്റിക്കെട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ആ ബെസ്റ്റ്. നേരെ ചൊവ്വേ ശ്വാസം വിടാൻ പോലും സമയമില്ല, അതിനിടയ്ക്കാ ചുറ്റിക്കെട്ട്. എന്റെ പൊന്നു സാറേ, പണ്ടായിരുന്നെങ്കിലേ ഒരു പെണ്ണ് കാണണം, കെട്ടണം എന്നൊക്കെ ഒരു നേരിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാറിന്റെ ഈ അവസ്ഥ കണ്ടതോടുകൂടി ഞാൻ അതൊക്കെ എടുത്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. ഞാനിങ്ങനെ സാറിന്റെ കൂടെ തന്നെ നടന്നോടാം, അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാറേ. താൻ ചെല്ല്. സാറേ, ആ വീഡിയോ ഒന്നുകൂടെ കണ്ടോണം കേട്ടോ. നാളെ ചെന്നിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ? ശരിയടോ. അപ്പൊ ഗുഡ് നൈറ്റ്. ഒരുപാട് നേരെ എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട മമ്മി. ഗാഥ, നിന്റെ മനസ്സ് കുറച്ചെങ്കിലും ശാന്തമായിട്ടുണ്ടാവുമെന്നാ വിചാരിച്ചേ. ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങും. ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും ഞാൻ തന്നെയല്ലേ ഉറങ്ങുന്നത്, പിന്നെത് മാറ്റം വരാനാ? മമ്മി, എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. തല വെട്ടിപ്പൊളിക്കുന്നത് പോലെ തോന്നോ? മോക്ക് ഞാൻ മെഡിസിൻ എടുത്ത് തരട്ടെ? വേണ്ട. ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് മുതലാ ഇതിങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവുന്നത്. എന്നിട്ട് കുറെ കഴിയുമ്പോ ഞാൻ അറിയാതെ ഞാൻ തന്നെ എന്തൊക്കെയോ ചെയ്യാ. അവിടെയുള്ളവർക്ക് ആർക്കും അത് മനസ്സിലാവുന്നില്ല. എന്തിന്? അറ്റ്ലീസ്റ്റ് നവീനെങ്കിലും അത് മനസ്സിലാക്കണ്ടേ? ആ വീട്ടില് നാഗശാപം ഉണ്ടായിരുന്നതും ഇപ്പോഴാ നാഗങ്ങളെ പിന്തുടരുന്നതും ഒക്കെ അവിടെയുള്ളവർക്ക് അറിയാവുന്നതല്ലേ? ജോത്സ്യം പറഞ്ഞപ്പോ മുത്തശ്ശി എല്ലാം തലയാട്ടി കേട്ടതുമാണല്ലോ. ഇത്രയൊക്കെ അനുഭവിക്കുന്ന എന്നോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചൂടെ അവർക്ക്? നവീൻ എന്നോട് കുറെ നേരം സംസാരിച്ചിട്ടാ പോയത്. അയാൾക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. നവീൻ ഇപ്പോഴും നല്ലൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? ജോത്സ്യം പറഞ്ഞ കർമ്മങ്ങളൊക്കെ അമ്മ ചെയ്തു തുടങ്ങുകയാണ്. അതിനു വേണ്ടിയുള്ള പൂജാരികളെല്ലാം കണ്ടു. അവര് കർമ്മങ്ങൾ തുടങ്ങുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം ഓക്കെ ആവും മോളെ. അതുവരെ വലിയ ബഹളങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മമ്മി, വേറെ എന്ത് നീ പറഞ്ഞാലും മമ്മിയുടെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും മമ്മിക്കത് വാങ്ങിത്തരാൻ പറ്റും. പക്ഷെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം പൂജകൾ കൊണ്ടേ നടക്കൂ. വാശി പിടിച്ചും മറ്റുള്ളവരെ വാശി പിടിപ്പിച്ചും നീ നിന്റെ ജീവിതം തകർക്കരുത്, കേട്ടല്ലോ? മമ്മി കുറച്ച് ഭക്ഷണം വാരിത്തരാം. ഇത് കഴിച്ചിട്ട് മോള് കിടന്നുറങ്ങിക്കോ. മമ്മി, എന്നെ ഇങ്ങനെ തോൽപ്പിക്കല്ലേ മോളെ. തീയിൽ ചവിട്ടി നടന്നതാ. ശത്രുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നെ ഇങ്ങനെ തോൽപ്പിക്കാൻ. പക്ഷേ ശരി മമ്മി, ഭക്ഷണം എന്താ?
ഉണ്ടാക്കാം. ഓ തങ്കം എനിക്ക് തരാനാണോ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്നേ? നിനക്ക് തരുന്നില്ല. ആ ദേ അമ്മേ, ഞാൻ എടുത്തോണ്ട് ഓടും കേട്ടോ. ഇലയുടെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാന്നറിയില്ലേ? നിനക്ക് വേണ്ടിയല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയടി ഉണ്ടാക്കുന്നേ? ഹാ, ഈ തങ്കത്തിൽ നിന്ന് ഞാൻ പഠിക്കാതെ പോയ ഒരു സംഭവമാണ് ദേ ഈ ഇലയട. സംഗതി കാണുമ്പൊക്കെ എളുപ്പാണ്, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാലേ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റേ വരില്ല. ചിലതൊക്കെ എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിന്റെ മുമ്പിൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കണ്ടേ? കഴിക്ക. ആ എന്റെ വാ പൊള്ളി. പിന്നെ പിന്നെ നീയല്ലേ വായ പൊള്ളിയിട്ട് നിലവിളിക്കുന്നേ? എന്താ, ഞാൻ മനുഷ്യനല്ലേ? അല്ലാന്ന് ചില നേരത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, നിന്നെ പോലെ വേദന തിന്നുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഞാൻ കരയാറൊക്കെ ഉണ്ടല്ലോ. അത് വേറെ കരച്ചില്. ഷോ, ഒന്നും പറയാനില്ല അമ്മ, അടിപൊളിയായിട്ടുണ്ട്. അമ്മ കഴിക്കുന്നില്ലേ? ആദ്യം നിന്റെ കൊതി തീരട്ടെ, എന്നിട്ട് ഞാൻ കഴിക്കാം. കഴിക്കാം. എലയുടെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു. അതാരാ? സീതാരാമനാണോ? അല്ല, എന്റെ അച്ഛനാ. നീ ഇത് കഴിച്ചേ. ഷോ, പറ അമ്മേ, അച്ഛനിത് ഇഷ്ടായിരുന്നോ? ഇഷ്ടായിരുന്നു. ഇനി ഇതിനപ്പുറത്തേക്കൊരു ചോദ്യം വേണ്ട, കേട്ടല്ലോ? അയ്യോ, വേണ്ട 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 വേണ്ട. എനിക്ക് കുറേശ്ശെ അറിഞ്ഞാ മതി. കണ്ടോ കണ്ടോ, എനിക്ക് പുള്ളിയപ്പോ കളിയാക്കി. അവിടെയാകുമ്പോ കുഴപ്പമൊന്നുമില്ല അല്ലേ? കഴിച്ചേ, ഇതും കൂടെ കഴിക്കേ. സിത്താരയില്ലേ മോളെ? ഉണ്ട്, അകത്തേക്ക് വരൂ. ഇരിക്കു സാർ, സിത്താര മേഡത്തെ വിളിച്ചിട്ട് വരാം.